നമസ്കാരം, ഏവരും ലിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഈ ചെടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇതാണ് മഷിത്തണ്ട് ചീര. മഷിത്തണ്ട് ചീര നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഒരു ചീരയാണ്. അപ്പോൾ ഇത് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണ്. ഇന്ന് ഞാനത് തോരനായിട്ട് വെക്കാൻ പോകുകയാണ്. കണ്ടല്ലോ, മഷിത്തണ്ട് ചീര. മഷിത്തണ്ട് ചീര. ഓക്കെ, ഇവിടെ ഞാൻ ഈ പ്ലേറ്റിൽ മഷിത്തണ്ട് ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കുന്നത് കാണിക്കാം. ഓക്കെ, ഇതാണ് മഷിത്തണ്ട് ചീര. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള, ഒത്തിരി ഗുണമേന്മയുള്ള സാധനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്യാം. കഴുകിയെടുത്ത മഷിത്തണ്ട് ചീര, അതായത് യഥാർത്ഥ പേര് കാക്കത്തണ്ടെന്നാണ്. അപ്പോൾ അതിനെ ഞാൻ തോരനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. നമ്മുടെ മഷിത്തണ്ട് ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് പിന്നെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് അതൊന്ന് വെന്തതിന് ശേഷം സാധാരണ നമ്മൾ തോരൻ എങ്ങനെ അരയ്ക്കുക അതുപോലെ അരച്ചാണ് ഞാനിട്ടത്. പക്ഷേ ടേസ്റ്റുണ്ട്. എല്ലാവർക്കും പക്ഷേ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇത് സ്ഥിരം കഴിക്കാനും പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ടേസ്റ്റ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു ഔഷധി ചെടിയാണ് കേട്ടോ. ഔഷധിയാണ് ഈ മഷിത്തണ്ട് ചീര. ഇതിനെ വെള്ളത്തണ്ടെന്നും വെറ്റിലപ്പച്ച എന്നും പേരുകളിലും അറിയപ്പെടുന്നു. യഥാർത്ഥ പേര് കാക്കത്തണ്ടെന്നാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര്. ഇതിന് 1 വർഷം മാത്രമാണ് ആയുസ്സുള്ളത് കേട്ടോ. പരന്ന പൊള്ളയായ വേരും പടലവുമുള്ള ഒരു ചെടിയാണിത്. ഇത് ഈർപ്പമുള്ള പ്രദേശങ്ങൾ ധാരാളം കാണും. 15 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിലിത് വളരാറുണ്ട്. ഇതിൻ്റെ കുടുംബം എന്ന് പറയുന്നത് പിപ്പരേസി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. പിപ്പരേസി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം പെപ്പറോമിയ പെലുസിഡ എന്നാണ്. പെപ്പറോമിയ പെലുസിഡ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇതിന് ഔഷധ ഗുണമുണ്ട്. വൃക്ക രോഗങ്ങൾക്കുള്ള ഒരു ആയുർവേദ ഔഷധം കൂടിയാണത്. ചെടിയിലും ഇലയിലൊക്കെ ധാരാളം ജലാംശമുള്ളത് കൊണ്ട് പണ്ടൊക്കെ ഇത് സ്ലേറ്റൊക്കെ മായ്ക്കാൻ ഉപയോഗിച്ചിരുന്നു. ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നു എന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. നിറമുള്ള വെള്ളം ആഗിരണം ചെയ്തത് തണ്ടിലും ഇലകളിലും നമുക്ക് കാണുവാൻ കഴിയും. വളരെ നല്ലൊരു വേദന സംഹാരി കൂടിയാണിത്. തലവേദനയ്ക്ക് വളരെ ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. വേനൽക്കാലത്ത് ചൂടിനെ പ്രതിരോധിക്കാനും ഇതിന് കഴിയും. ജ്യൂസ് രൂപത്തിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ വീടിനും പരിസരത്തൊക്കെ ധാരാളം ഇത് കാണാറുണ്ട്. ഒരു തവണയെങ്കിലും ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.